സാറേ. എന്താ? കൈതപ്പാടം കോളനിയിൽ നിന്ന് വരിക. ഓ, മനസ്സിലായി മനസ്സിലായി. നീ ആരുടെ മോനടാ? മരിച്ചുപോയ കളരിക്കൽ അയ്യപ്പന്റെ മകൻ കുമാരൻ. അതുകൊണ്ട് അല്ല, അത് ജോലി വലുതായോ? ഇല്ല. എടാ കുമാര, ഗവൺമെന്റിന്റെ സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് ഗവൺമെന്റും ജനങ്ങളും തോളോട് തോൾ ചേർന്ന് വികസനത്തിന്റെ പാതയിൽ മുന്നേറാനും നിന്നെ പോലുള്ള ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാനും വേണ്ടിയിട്ടാണ് കൈതപ്പാടത്തിൽ കമ്പനി പണിയാൻ ശ്രീ കോഴശ്ശേരി തങ്കപ്പൻ, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ്, അതായത് ഞാൻ അനുവാദം കൊടുത്തുള്ള. അറിയാവോ? അതും അമേരിക്കൻ കമ്പനിക്ക്. അതിനായി കമ്പനിയിലേക്ക് റോഡ് വേണ്ടേ? നല്ല വീതിയുള്ള റോഡ് വേണം. നിങ്ങൾ കോളനിക്കാരുടെ കുറെ അധികം വീടുകൾ പോകും, അത്രയല്ലേ ഉള്ളൂ. എന്നാലും നമ്മുടെ നാട്ടിൽ എന്താണ് ഉയർന്നു വരാൻ പോണത്? അമേരിക്കൻ കമ്പനി. വീടിന്റെ ഭാഗവും അച്ഛനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലവും മാത്രം ഒഴിവാക്കി തന്നാ മതി. നീ എന്ത് മണ്ടനാടാ, മണ്ട. എടാ, റോഡിന്റെ പ്ലാൻ പ്രകാരം അത് ശരിയാവില്ലല്ലോ. അതുമല്ല, റോഡിൽ നിന്നും മിനിമം 2 മീറ്റർ വീതിയിലെ വീട് പാടുള്ളൂ. ആ നിയമം നിനക്കറിയാവോടാ? പ്രസിഡന്റിന് ദയവുണ്ടാവണം. ഇറങ്ങിപ്പോവാൻ വേറെ ഇടവില്ലഞ്ഞിട്ടാ. അതുകൊണ്ട് എടാ, ആ സ്ഥലം പുറമ്പോക്ക. പഞ്ചായത്ത് രേഖകളിൽ നിങ്ങൾ അവിടെ ഇല്ല. എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ. നീ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞില്ലേ? എടാ, നിന്നോട് മലയാളത്തിലല്ല പറഞ്ഞത്, ഇനിയിപ്പോ ഇംഗ്ലീഷിൽ പറഞ്ഞിരുന്നോ? ദിസ് പഞ്ചായത്ത് വിൽ ബി ഡ്യൂറിംഗ് ദി ബിഗിൻസ്. പറ്റില്ലാന്ന്. എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാന്ന്. ഇനി കാര്യം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് ആരും കയറി വരണ്ട. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പ്രസിഡന്റ് സാറേ. അതാരാ? എന്തേ? ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്തിനാ? സാറിന് എത്ര രൂപ വേണം? കുമാരന്റെ വീടും അവന്റെ അച്ഛനെ അടക്കം ചെയ്ത സ്ഥലവും ഒഴിവാക്കി കിട്ടാൻ എത്ര രൂപ വേണം സാറിന്? അല്ല, അത് താനാരാ? ഞാൻ ആരും ആയിക്കൊള്ളട്ടെ. അതെയോ? പറഞ്ഞോ. പ്രസിഡന്റിന്റെ വികസനത്തിനും മൊത്തം ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട മറ്റ് സെറ്റപ്പുകളുടെയും വികസനത്തിനുള്ള ചേർത്ത് പറഞ്ഞു. എത്ര കിട്ടും? 25,000, ഏയ് 30,000, 50,000, 50,000 രൂപ ഞാൻ തന്നിരിക്കും. പേടിക്കണ്ട. കച്ചവടം പറഞ്ഞ വാക്കുറപ്പിച്ചാ ഞാനത് ചെയ്തിരിക്കും. അതൊരു 22-ാം തീയതിക്ക് മുമ്പായിട്ട് കിട്ടുമോ? 22-ാം തീയതിക്ക് മുമ്പായിട്ട് കിട്ടിയിരിക്കും. കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ, വീട് പോകും, റോഡ് വരും. കിട്ടും. അതെയോ? അപ്പൊ വീട് പോകും, റോഡ് വരില്ല. ഓക്കെ. പണം ഉണ്ടാക്കുക എന്ന ഒറ്റ വഴിയേ നിനക്കിനേ ഉള്ളൂ. എവിടുന്ന് ഉണ്ടാക്കാനാ ദാസേട്ടാ ഇത്രയും പണം? എടാ കുമാര, ഈ നാട്ടിൽ നമുക്കൊരു പണി കിട്ടുമെന്ന് വിചാരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. നമ്മുടെ വഴി നമ്മളായിട്ടുണ്ടാക്കണം. ഇപ്പൊ തന്നെ കടമേറെയുണ്ട്, സ്ഥിരം പണിയില്ല, പിന്നെ വത്സലയുടെ കാര്യം. ഇതിനെല്ലാം പണമാണ് വേണ്ടത്. ഞാൻ എന്താ ചെയ്യേണ്ടത് ദാസേട്ടാ? നീ എൻ്റെ കൂടെ വാ. അത്യാവശ്യത്തിന് പണം കിട്ടുന്ന ജോലികൾ എൻ്റെ അടുത്തുണ്ട്. പണം കയ്യിലുണ്ടെങ്കിൽ ഈ ലോകത്ത് നടക്കാത്ത ഒരു കാര്യവുമില്ല. ഞാൻ വരാൻ ദാസേട്ടാ, ഞാൻ തീരുമാനിച്ചു. എടാ, സമൂഹത്തിലെ ഏറ്റവും അവഗണിക്കപ്പെടുന്ന വിഭാഗത്തിലുള്ളവരാ നമ്മൾ. നമുക്ക് വേണ്ടി പറയാൻ രാഷ്ട്രീയക്കാരില്ല. ഭരണകൂടവും നമ്മുടെ കരച്ചിൽ കേൾക്കില്ല. ഇനി അഥവാ കേട്ടാലും അവരും മൈൻഡ് ചെയ്യില്ല. എന്തായാലും അമ്മയോട് കൂടി ഒന്ന് ആലോചിക്കട്ടെ. എവിടുന്ന് ഉണ്ടാക്കി കൊടുക്കാനാ ഇത്രയും പണം? ദാസേട്ടൻ കുറെ നാളായി ടൗണിൽ ജോലിക്ക് നിർബന്ധിക്കണു. ഞാൻ പോയാലോ അമ്മേ? പക്ഷെ ഇടയ്ക്ക് വീട്ടിൽ വരാൻ പറ്റൂ. കുമാരേട്ടൻ പോണം. ടൗണിലൊക്കെ പോയാൽ നല്ല കാശുള്ള പണി കിട്ടും. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല, വെറുതെ അമ്മയ്ക്ക് വിഷമം കൂട്ടാൻ. അതെ അമ്മേ, ഞാൻ പോവും. ദൂരസ്ഥലങ്ങളിലൊക്കെ പോയി ജോലി ചെയ്ത് രക്ഷപ്പെടാൻ പറ്റുമോ എന്റെ കുട്ടന്? അതൊക്കെ ഏട്ടന് പറ്റും. അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാതിരുന്നാ മതി. ചിലപ്പോ ദൈവം കാണിച്ചെന്ന വഴിയായിരിക്കും അമ്മേ. അതെ. എന്താണ് നിന്റെ ഇഷ്ടം വെച്ചാൽ അത് ചെയ്യ്. വേറെ ഒരു മാർഗവും ഇല്ലമ്മേ. രണ്ട് വിശേഷാൽ പൂജകള്. ആർക്കാ? മകനാ കുമാരന്. നാളെ മകീരം
ഒരു ശത്രു സംഹാരം, ഒരു അഭിഷേകം. ആയിക്കോട്ടെ. അമ്മേ കാത്തിരക്ഷിക്കണേ. എന്താ വിശേഷം അയാൾക്ക്? ജോലി കിട്ടി. ഓ നന്നായി. എവിടെയാ? കുറച്ച് അകലെയാ, ടൗണിലാ. ഇന്ന് പോണം. എല്ലാം മംഗളായി വരും. പിന്നെ ഒരു ചരട് ജപിച്ച് തരണം തിരുമേനി. ഇത്ര നാളും എന്നെ വിട്ട് നിന്നിട്ടില്ല എന്റെ കുട്ടൻ. എനിക്കറിയാലോ കാര്യങ്ങള്. എത്രന്റെയാ? ഒരു 101 മന്ത്രത്തിന്റെ. ഇന്ന് തരാവില്ല കേട്ടോ. 7 നാളെങ്കിലും ഇരിക്കണ്ടേ? ഓ ഹായ്, വിഷമിക്കണ്ട, എല്ലാം ദേവി കാത്തോളും. ഉം. ഏട്ടാ, മുണ്ടും ഷർട്ടും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടോ? തോർത്തുമുണ്ട് എടുത്തു വെച്ചോ? പിന്നെ ആദ്യം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് എനിക്കൊരു ധാവണി വാങ്ങി തരണം. വാങ്ങിത്തരാലോ. 2ാം മാസത്തെ ശമ്പളത്തിൽ നിന്ന് എനിക്കൊരു 1/2 പവന്റെ മാല. അപ്പൊ അമ്മയ്ക്കോ? ആ, എന്നാ ഒരു കാര്യം ചെയ്യാം. എനിക്ക് മാല വേണ്ട, അമ്മയ്ക്ക് ഒരു സാരി വാങ്ങിക്കൊടുക്കാം. 2-3 പ്രാവശ്യം ഉടുത്ത് കഴിയുമ്പോ ഞാനത് മുറിച്ച് ധാവണി ആയിക്കോളാം. എന്താ? അല്ല കുട്ട, ഇത്ര വേഗം റെഡിയായോ? ഉപമേ, പോവാൻ സമയായി. കിട്ടുന്ന ജോലി ഇച്ചിരി ഭാരമുള്ളതാണെങ്കിലും ആത്മാർത്ഥമായി ചെയ്യണം. ആരെയും വേദനിപ്പിക്കരുത്. ചീത്ത കൂട്ടുകെട്ടിൽ ചെന്ന് ചാടരുത്. ഇതൊക്കെ നിനക്കറിയാം. എന്നാലും എന്താ എന്താ കുട്ട ഇങ്ങനെ നോക്കണേ? ഒന്നുമില്ലമ്മേ. ആ, വാ, ദേവിയോട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങ. ദേവി, എന്റെ കുട്ടനെ കാത്തുരക്ഷിക്കണേ. അമ്മേ, എന്റെ പൊന്നുമോനെ. എന്താ കുട്ടായത്? അമ്മേ, ധൈര്യമായിട്ട് പോയി വാ. പോയിട്ട് വരാം മുത്തപ്പ. അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് പറയുകയാണെന്ന് ധരിച്ചാൽ മതി. ദേവിയെ എപ്പോഴും മനസ്സിൽ ധ്യാനിച്ചോണം. ചുറ്റുപാടുമുള്ള ദാരികന്മാരെ തിരിച്ചറിയാനുള്ള ശക്തി അമ്മ തരും. പോവാം. എന്റെ മോനെ നല്ലവണ്ണം നോക്കിക്കൊള്ളണേ. ഇവിടെ വിട്ട് അവൻ എവിടെയും പുറത്തു പോയിട്ടില്ല. ഈ ചേരി കിടന്ന ഒന്നും ആവാൻ പറ്റില്ലമ്മേ. എല്ലാം ഞാൻ നോക്കിക്കോളാം. വാ, കേറ്. ഞാനിന്ന് വീട്ടിലേക്ക് വരാം. എന്തിനാ? ഏട്ടൻ ഇന്ന് ജോലിക്ക് പോയില്ലേ? ഉം. അപ്പോ ഇനി ഞാൻ തന്നെ ഒന്ന് കാര്യങ്ങൾ പറയാം. അത്രയ്ക്ക് തിരക്ക് വേണ്ട. ആദ്യം വീടിന്റെ കാര്യമൊക്കെ ശരിയാവട്ടെ. പിന്നെ ചന്ദ്രേട്ടന് സ്ഥിരമായിട്ടൊരു പണിയും. ഇതൊക്കെ ശരിയായിട്ട് ഇനി എന്നാ? ചന്ദ്രേട്ടന് ഒരു ഓട്ടോ വാങ്ങിച്ചാലെന്താ? ലോൺ എടുത്ത്. എനിക്കെന്നും പണിയുണ്ട്. ഞാൻ നിന്റെ ഏട്ടനെ പോലെയല്ല. ഏത് പണിയായാലും ചെയ്യും. അങ്ങനെ എന്റെ ഏട്ടനെ കളിയാക്കൊന്നും വേണ്ട. എന്റെ ഏട്ടൻ വലിയ കാശുകാരനാവും. നല്ല ജോലിയെന്നാ കേട്ടത്. പിന്നെ എന്നെങ്ങനെ എപ്പോഴും കാണാനൊന്നും പറ്റില്ല കേട്ടോ. അയ്യോ, അപ്പൊ എന്റെ കാര്യം കഷ്ടത്തിലാവോ? ചിലപ്പോ ടൗണിൽ നല്ല ആമ്പിള്ളേര് ഒത്തു വന്നാ എന്നെ കെട്ടിച്ച് വിടുകയും ചെയ്യും. അങ്ങനെ വിടാൻ സമ്മതിച്ചില്ലെങ്കിലോ? വിടാൻ സമ്മതിക്കില്ല. ഇല്ല, സമ്മതിക്കില്ല. ഒരിക്കലും സമ്മതിക്കില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. ഏയ്